Hi all, welcome back to the channel. Polytechnic Lectures Computer Science-ന്റെ previous year question discussion ആണ് നടക്കുന്നത്. So ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is a realization of polymorphism? Option A operator overloading, option B function overloading, option C dynamic binding, option D all of these. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് പോളിമോർഫിസത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ട് തിരിച്ചു വരാം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ് പോളിമോർഫിസം? ഒരുപാട് മെനി ഫോംസിൽ അപ്പിയർ ചെയ്യുന്നതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിമൻ എന്നുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. അപ്പം അവരുടെ മെയിൻ ഡിഫറെൻറ്റ് റോൾസ് ഒരു വിമൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ, മദർ, സിസ്റ്റർ, വൈഫ്, അങ്ങനെയുള്ള. അപ്പോൾ അതൊരു പോളിമോർഫിസമാണ്. സിമിലർലി ഞാനൊരു റിയൽ ടൈമിൽ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോളിമോർഫിസം മെയിൻലി നമ്മുടെ C++ൽ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് ഫോംസിലാണ് അപ്പിയർ ചെയ്യുന്നത്. കമ്പൈൽ ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്, റൺ ടൈം പോളിമോർഫിസം ഉണ്ട്. ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് തന്നെയാണ് നമ്മൾ പറയുക സ്റ്റാറ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് എന്ന് പറയാം. ഓക്കെ, ഇനി റൺ ടൈം പോളിമോർഫിസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ് എന്ന്. അപ്പോൾ പോളിമോർഫിസം രണ്ട് ടൈപ്പാണുള്ളത്, അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിളാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് വെച്ചാൽ ഒരേ ഓപ്പറേറ്റർ തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ അപ്പിയർ ചെയ്യുന്നു. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ ഒരേ പേര് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അപ്ലൈ ചെയ്ത് ഉള്ള ടാസ്കുകൾ പെർഫോം ചെയ്യുന്നു. ഓക്കെ, അതിപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. നമ്മുടെ ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് ഒരു റൺ ടൈം പോളിമോർഫിസത്തിൻ്റെ എക്സാമ്പിളുമാണ്. റൺ ടൈം പോളിമോർഫിസത്തിന് തന്നെയാണ് നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. സോ ഓപ്ഷൻ ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ്, ഡൈനാമിക് ബൈൻഡിങ്, ഓൾ ഓഫ് ദീസ്. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഫംഗ്ഷൻ ഓവർലോഡിങ്ങും നമ്മൾ കണ്ടു, അത് കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ റൺ ടൈം പോളിമോർഫിസം ആണെന്നും പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് ദ ഇതിനകത്തപ്പോൾ എല്ലാ ഓപ്ഷൻസും വരുമല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ CPPയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ്. ഓപ്ഷൻ എ റെഡ്യൂസിങ് ദ ടൈം ഇറ്റ് ടേക്സ് ടു ക്രിയേറ്റ് ന്യൂ ഒബ്ജക്ട്സ്, not having to think about how object will be used, reducing the amount of memory required to execute a program. Last option enabling people to create useful applications. ഇത്രയാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇൻഹെറിറ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൂപ്പർ ക്ലാസ് ഉണ്ടാകും. ആ സൂപ്പർ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിന് അല്ലെങ്കിൽ സബ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആ ക്ലാസ്സിൻ്റെയും ഫീച്ചേഴ്സ്, ഒരു സബ് ക്ലാസ്സിൻ്റെയും ഫീച്ചേഴ്സ് എഗെയിൻ അതിൻ്റെ താഴത്തെ ലെവലിൽ വരുന്ന ക്ലാസ്സിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലോവസ്റ്റ് ലെവലിൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് തന്നെ ഈ സൂപ്പർ ക്ലാസ് വരെയും ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഒരു മേജർ ബെനിഫിറ്റ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, റെഡ്യൂസിങ് ദ ടൈം ഇറ്റ് ടേക്ക് ടു ക്രിയേറ്റ് ന്യൂ ഒബ്ജക്റ്റ് അല്ലേ, അത് കറക്റ്റ് അല്ലേ? നോക്കിയേ, നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സബ് ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഒബ്ജക്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർ ക്ലാസ് വരെയുമുള്ള ആക്സസിബിലിറ്റി നമുക്ക് ഇൻഹെറിറ്റൻസ് തരുന്നുണ്ട്. സോ ആ സൂപ്പർ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ വി ക്യാൻ റെഡ്യൂസ് ദ ടൈം ഇറ്റ് ടേക്ക് ടു ക്രിയേറ്റ് ന്യൂ ഒബ്ജക്റ്റ്. അതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, റെഡ്യൂസിങ് ദ ടൈം ഇറ്റ് ടേക്ക് ടു ക്രിയേറ്റ് ന്യൂ ഒബ്ജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ബൈനറി ട്രീ ഫോർ എവറി നോഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് നോഡ്സ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീ ഈസ് അറ്റ്മോസ്റ്റ് 2. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് h greater than 0, then minimum number of nodes in the tree is 2 raised to h minus 1, 2 raised to h minus 1 plus 1, 2 raised to h minus 1, 2 raised to h. ഇത് നമ്മൾ തിയറിയിൽ വളരെ കാര്യമായിട്ട് ഇതേ സെൻറ്റൻസ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഹൈറ്റ് h ആണെന്നുണ്ട് എങ്കിൽ മിനിമം നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണെന്ന് ഇക്വേഷൻ വൈസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഇക്വേഷൻ വൈസ് പഠിച്ച് ചിലപ്പോൾ എക്സാമിന് നമ്മൾ മറന്നുപോയി എന്നിരിക്കും അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയണത്. ഓക്കെ, ഇവരിവിടെ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന്. ലെഫ്റ്റും റൈറ്റും സബ് ട്രീ ആയിട്ടുള്ള ഡിഫറൻസ് എത്രയാണ്?
അറ്റ്മോസ്റ്റ് 2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു ട്രീ ഒരു ബൈനറി ട്രീ വരച്ചു. ഇത് റൂട്ടിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ, ഇത് റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സബ് ട്രീയിൽ 3 നോഡുണ്ട്, റൈറ്റ് സബ് ട്രീയിൽ 1 നോഡുണ്ട്. അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 3 - 1 2. ഓക്കെ, നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ആദ്യത്തെ ഹൈറ്റ് 1 ആണ്, ഇത് ഹൈറ്റ് 2 ആണ്, ഇത് ഹൈറ്റ് 3 ആണ്, ആണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് ഈസി അല്ലേ? നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഹൈറ്റ് 1, 2, 3 ആണെന്ന് നോക്കി. ഇനി നമുക്ക് ഈ ഓരോ ഓപ്ഷൻസിലും നമുക്ക് ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഓപ്ഷൻസിലും നമ്മുടെ ഹൈറ്റ് ഇട്ട് നോക്കിയാൽ മതി. എച്ചിൻ്റെ വാല്യൂ 3 ആണല്ലോ. അപ്പോൾ 2h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 2 - 1 ആണ് വരുന്നത്. 3 - 1 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അപ്പോൾ 2 എന്ന് വെച്ചാൽ 4, 4 + 1 എത്ര? 5. ദേ ഇവിടെ നോക്കിയേ, നമുക്ക് എത്ര നോഡുകളാണ് ഉള്ളത്? 1, 2, 3, 4, 5 നോഡുകളുണ്ട് ഇല്ലേ? അപ്പോൾ മിനിമം നമ്പർ ഓഫ് നോഡ്സ് നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. ഏത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടെ കിട്ടിയതാണ്? 2h - 1 + 1. സോ ഇതിൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി ആണ്, 2h - 1 + 1. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ചിലപ്പം എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ട് പോണത് മറന്നു പോയാലും നിങ്ങൾ സിമ്പിളായിട്ട് ഉള്ള ഒരു സംഭവം സാഡിലോട്ട് വരച്ച് നോക്കി അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അടുത്തത് ഒരു ബി ട്രീയുടെ ക്വസ്റ്റ്യൻ ആണ്. ബി ട്രീയുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും ഓടിപ്പോകണ്ട, ഏറ്റവും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ബി ട്രീ യൂസ്ഡ് ആസ് ആൻ ഇൻഡെക്സ് ഫോർ എ ലാർജ് ഡേറ്റാബേസ് ടേബിൾ ഹാസ് 4 ലെവൽ including the root node. If a new key is inserted at this index, then maximum number of node that could be newly created in the process are. ഓപ്ഷൻ എ 5, 4, 3, 2 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ബി ട്രീയുടെ പ്രത്യേകത എന്താണ്? ബി ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബാലൻസ്ഡ് ട്രീ ആണ്. പുതിയ നോഡുകൾ വരുന്നതെല്ലാം തന്നെ നമ്മൾ ലീഫിലേക്കായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവരിവിടെ പറയുന്നുണ്ട് ഇവർക്ക് 4 ലെവൽസ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 ലെവലുള്ള ഒരു ബി ട്രീ വരച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിമ്പിളായിട്ട് ഒരു ട്രീ സൈഡിലോട്ടേക്ക് എങ്ങോട്ടേക്ക് വരച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ബി ട്രീ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബി ട്രീയിലിപ്പോൾ 2157 ആണ് നമ്മുടെ റൂട്ട്. അതിൻ്റെ ചൈൽഡ് നോട്ട്സുകൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. ഇവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് കീസ് 2 ആണ് എന്ന് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഓരോ നോഡിലും 2 എണ്ണം വെച്ചിട്ടുള്ളത് കേട്ടോ. മാക്സിമം നമ്പർ ഓഫ് കീസ് 2 ആയതുകൊണ്ടാണ് ഇങ്ങനെ 2 നോഡുകൾ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇത് സോർട്ടഡ് ഓർഡറിലാണ് നമ്മുടെ ബി ട്രീ ഇരിക്കുന്നത്. അതൊക്കെ അവിടുത്തെ മെയിൻ കൺസെപ്റ്റാണ് കേട്ടോ. ബി ട്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനിനി അപ്ലോഡ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ബി ട്രീയെ കുറിച്ച് അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഇത് ഇല്ല, അത് കണ്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. ഇതാണ് ബി ട്രീയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലീഫ് ലോഡിലായിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ അവിടെ കീസ് ഉണ്ടാകും. മാക്സിമം നമ്പർ ഓഫ് കീസും മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ നമുക്ക് ഓരോ നോഡിലും മാക്സിമം കീസ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് 100 എന്നുള്ള ഒരു നോഡിനെ എനിക്ക് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. ഏത് നോഡിനെയാണ്? 100. ഓക്കെ, 100 എന്നുള്ള ഒരു നോഡിനെ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ പൊസിഷൻ അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ആദ്യം റൂട്ടിലാണ് വരുന്നത്. അപ്പോൾ 57നെക്കാട്ടിയും വലുതായതുകൊണ്ട് അതിൻ്റെ റൈറ്റ് പോർഷനിലോട്ട് വരും. റൈറ്റ് പോർഷനിൽ വരുമ്പം 1692 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റിൽ 100 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കീസ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ 100നെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത വരുന്നതെന്ന് പറഞ്ഞാൽ മിഡിൽ ആയിട്ടുള്ള നോഡ് ആരാണോ അയാൾ മണ്ടയിലോട്ട് കയറും. അപ്പോൾ മുകളിലോട്ട് കയറുമ്പം 92 ഇവിടെ മുകളിൽ കയറി. ഓക്കെ, 92 ഇവിടെ മുകളിൽ കയറുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? അവിടെയും മാക്സിമം നമ്പർ ഓഫ് കീസ് 2 ആണേ. ഇവിടെ 92 അപ്പോൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഗെയിൻ എന്ത് ചെയ്യും? അവിടുത്തെ മിഡിൽ നോഡ് എഗെയിൻ സ്പ്ലിറ്റ് ചെയ്ത് എഗെയിൻ ഒരു ലെവലും കൂടി കയറും. എന്ന് വെച്ചാൽ 57 മുകളിലോട്ടാകും. അപ്പോൾ ഇതിൻ്റെ ലെവലെന്ന് പറയണത് എന്തായിട്ട് മാറും? ഇപ്പം നമുക്ക് 2 ലെവലാണുള്ളതെങ്കിൽ ഇത് 57 മേളിലോട്ട് കയറുമ്പോൾ 3 ലെവലായിട്ട് മാറും. ഈ ഒരു ക്വസ്റ്റ്യനാണ് ഇവർ വളച്ചൊടിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ളത്.
ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 4 ലെവൽസ് ഉണ്ട്. റൂട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 4 ലെവലുണ്ട്. പുതിയ ഒരു കീ ഇൻസേർട്ട് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ള മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ലെവൽസിലുള്ള എല്ലാ നോഡുകളും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു കീ വരുമ്പോൾ അത് ലീഫിലാണ് വരുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ലീഫിൽ വരുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യുമെന്നറിയാം. ഓവർഫ്ലോ ചെയ്യുമ്പം ലീഫിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടാക്കും. കീയെ അപ്പർ ലെവലിലേക്ക് മൂവ് ചെയ്യുമെന്നും അറിയാം. ഓക്കെ, അപ്പർ ലെവലിലും ഓവർഫ്ലോ ആണ് സിറ്റുവേഷൻ എങ്കിൽ എഗെയിൻ അതിനെ ബ്രോക്ക് ചെയ്ത് എഗെയിൻ അടുത്ത ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുമെന്നറിയാം അല്ലേ. ഇവിടെ 4 ലെവല്. ഇപ്പോൾ നമ്മുടെ നോട്ട്സ് എല്ലാം ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ പറ്റുക? ഒരു ലെവലും കൂടി അങ്ങോട്ടേക്ക് കൂടും. അപ്പോൾ 4ൻ്റെ കൂടെ 1 അങ്ങോട്ട് കൂടും, ഒരു ലെവലും കൂടി ആകും, അപ്പോൾ 5 ആകും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ എടുത്തിരുന്നാൽ മതി. എല്ലാ ലെവൽസിലുള്ള എല്ലാ നോഡുകളും ഫിൽഡ് ആണ് എങ്കിൽ പുതിയൊരു കീ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഓവർഫ്ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അത് മേളിലേക്ക് ലെവൽസ് കൂടത്തേ ഉള്ളൂ. സോ എവറി ലെവൽ ഒന്ന് ജസ്റ്റ് ഇൻക്രിമെൻ്റ് ആകും. അപ്പം ഇപ്പോൾ 4 ആണ് ലെവലെങ്കിൽ ഒന്നുകൂടെ കൂടും, അത് 5 ആകും. അങ്ങനെയാണ് ആൻസർ 5 വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ഡേറ്റാ സ്ട്രക്ചറിലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഡേറ്റാ സ്ട്രക്ചറിൽ നിന്ന് എപ്പോഴും എക്സാമിന് ഏത് ടെക്നിക്കൽ ലെവൽ എക്സാമിനും ട്രാവേഴ്സലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അടുത്ത ട്രാവേഴ്സൽ കണ്ടുപിടിക്കാനോ അതിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിക്കും. അതുകൊണ്ട് ട്രാവേഴ്സൽ എന്നുള്ള പോർഷൻ നമ്മൾ തറവലി പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബൈനറി സെർച്ച് ട്രീ ആണ് തന്നിട്ടുള്ളത്. contain the numbers 1 2 3 4 5 6 7 8. When the tree is traversed in pre-order and the values in each node printed out, the sequence of values obtained is 5 3 1 2 4 6 8 7. If the tree is traversed in post order, the sequence obtained would be. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ABCD എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇതൊരു BST ആണ്. BST എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈനറി സെർച്ച് ട്രീ ആണ്. ബൈനറി സെർച്ച് ട്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൂട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൂട്ടിനെക്കാട്ടിയും കുറഞ്ഞ വാല്യൂവും റൂട്ടിൻ്റെ റൈറ്റ് സൈഡിൽ റൂട്ടിനെക്കാട്ടിയും വലിയ വാല്യൂസ് ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇവർ പറയുന്നുണ്ട്. പിന്നെ പ്രീ ഓർഡറിലുള്ള ട്രാവേഴ്സലിൻ്റെ സീക്വൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പ്രീ ഓർഡറിലാണ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഓർഡർ ട്രാവേഴ്സലിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ആണല്ലോ, പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്, ഇങ്ങനെയാണ് പ്രീ ഓർഡർ പോകുന്നത്. ഓക്കെ, പ്രീ ഓർഡറിൻ്റെ ട്രാവേഴ്സൽ എങ്ങനെയാണ്? റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ ഇവർ പ്രീ ഓർഡറിൻ്റെ മെക്കാനിസം ഇവർ പറഞ്ഞ് ഇവിടെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. പ്രീ ഓർഡറിൻ്റെ ട്രാവേഴ്സൽ സീക്വൻസ് ഇതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് റൂട്ടല്ലയോ? ആണ്. പിന്നെ ഇത് ബൈനറി സെർച്ച് ട്രീ ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിനെക്കാട്ടിയും കുറഞ്ഞ വാല്യൂസ് ആയിരിക്കും ഇതിൽ ലെഫ്റ്റ് സൈഡിൽ വരിക. എന്ന് പറഞ്ഞാൽ 3 1 2 4 വരെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ടും 6 8 7 എന്ന് പറയുന്നത് റൈറ്റ് സബ് ട്രീ ആയിട്ടും വരത്തില്ലേ? ബൈനറി സെർച്ച് ട്രീ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നിങ്ങൾ ഈ ഒരു സീക്വൻസിൻ്റെ പ്രത്യേകത നോക്കിയേ. ഈ സീക്വൻസിലും ഇതിപ്പോൾ നമ്മുടെ റൂട്ടാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിനെ കാട്ടിയും കുറഞ്ഞ വാല്യൂസ് വരുന്നത് ലെഫ്റ്റ് പോർഷനിലും വലിയ വാല്യൂ വരുന്നത് റൈറ്റ് പോർഷനിലും ആയിരിക്കും. അപ്പോൾ 3 ആണ് റൂട്ടെങ്കിൽ 1 2 4 ആയിരിക്കും അതിൻ്റെ ചൈൽഡ്. ആണല്ലോ, അതിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും സ്പ്ലിറ്റ് ചെയ്യാം. സിമിലർലി 6 8 7ലും 6 എന്ന് പറയുന്നതാണ് റൂട്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 2 3യെക്കാട്ടിയും കുറഞ്ഞതായതുകൊണ്ട് തന്നെ അതിൻ്റെ ലെഫ്റ്റ് പോർഷൻ ആയിരിക്കും, 4 റൈറ്റ് പോർഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി 6ൻ്റെ പോർഷൻ 6ൽ വരുന്നത് 8ഉം 7ഉം ആണ്. സോ 8ഉം 7ൻ്റെയും പ്രത്യേകത എന്താ? 6നെക്കാട്ടിയും വലുതാണ്. അതുകൊണ്ട് അതിൻ്റെ റൈറ്റ് സബ് ട്രീ തന്നെ ആയിരിക്കും 8 7 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇവിടെ 1ഉം 2 ഇല്ലയോ? അപ്പോൾ 1ഉം 2ൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രത്യേകത ഇതാണ്. റൂട്ട് കഴിഞ്ഞാൽ റൂട്ടായിട്ടാണ് നമ്മൾ 3 എടുത്തത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് വരുന്നത്. ആണല്ലോ, അപ്പോൾ 3 ആണ് റൂട്ടെങ്കിൽ ലെഫ്റ്റ് നോഡായിട്ട് ആര് വരും?
1 വരും, റൈറ്റ് നോഡായിട്ട് 2 വരും. ഓക്കെ, 4 ഓൾറെഡി നമ്മളിവിടെ പൊസിഷൻ ചെയ്തായിരുന്നു. ഇനി 6ൻ്റെ കാര്യം ഞാൻ പറയാണ്. ഇവിടെയും എങ്ങനെയാണ് വരുന്നത്? ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ്. അപ്പോൾ റൂട്ട് എടുത്തു, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അപ്പോൾ 6ൻ്റെ റൈറ്റിൽ 8 വരും. കാര്യം നമുക്കറിയാം 6നെ കാട്ടിയും വലിയ നമ്പറാണ് 8. സോ അതുകൊണ്ട് അതിൻ്റെ റൈറ്റ് സബ്ട്രേ തന്നെ ആയിരിക്കും. ഇനി 8ൻ്റെ ലെഫ്റ്റിൽ ആരും വരും? 7ഉം വരും. അപ്പോൾ ഇതിങ്ങനെ വന്നത് ഇവിടുത്തെ ഓർഡർ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഓർഡർ ഇങ്ങനെ ആയതുകൊണ്ടാണ് 8, 7 എന്നിങ്ങനെ വന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ട്രീയെ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ പോസ്റ്റ് ഓർഡറിൽ ട്രാവേഴ്സിൽ ചെയ്താൽ പോരെ? പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഓർഡറിൽ ഇപ്പം റൂട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നാണ് നമ്മുടെ ട്രാവേഴ്സിലെങ്കിൽ പോസ്റ്റ് ഓർഡറിൽ എന്ത് ചെയ്താൽ മതി? ഈ റൂട്ടിനെ എടുത്തിട്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് റൂട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ട്രീ. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ പോകുന്നു. ഓക്കെ, അവിടെയും ഒരു സബ് ട്രീ ആയതുകൊണ്ട് അതിൻ്റെയും ലെഫ്റ്റിൽ പോകുന്നു. ഓക്കെ, ഇനി അതും ഒരു സബ് ട്രീ ആണ്. സോ അതിൻ്റെ ലെഫ്റ്റ് പോർഷനിലോട്ട് പോകുമ്പോൾ ഒന്നും തന്നെ വരത്തില്ല. ഇനി എൻ്റെ റൈറ്റ് പോർഷനിലോട്ട് വരും. റൈറ്റ് പോർഷനിൽ ആരാ ഉള്ളത്? 2 ആണ് വരുന്നത്. സോ നമ്മൾ 2 എഴുതുന്നു. പിന്നെ ആരാ വരുന്നത്? റൂട്ട് എന്ന് പറയുന്ന ആരാ? 1. അപ്പോൾ 2, 1 എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി റൈറ്റ് പോർഷനിലോട്ട് വരും. റൈറ്റ് പോർഷനിൽ ആരാ ഉള്ളത്? 4 ആണുള്ളത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആരെ എഴുതണം? റൂട്ടിനെ എഴുതണം. അപ്പോൾ 3 എഴുതണം. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് ലെഫ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ റൈറ്റ് പോർഷനിലോട്ട് വരികയാണ്. റൈറ്റ് പോർഷൻ നോക്കുമ്പോൾ എഗെയിൻ ഇതൊരു സബ് ട്രീ ആണ്. സബ് ട്രീ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലെഫ്റ്റ് പോർഷൻ നോക്കണം. ലെഫ്റ്റ് പോർഷനിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഇതിൻ്റെ റൈറ്റ് പോർഷനിൽ വേണം. റൈറ്റ് പോർഷനിലുണ്ട്, 8 ഉണ്ട് അല്ലേ? 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സബ് ട്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു സബ് ട്രീ ആയതുകൊണ്ട് തന്നെ എഗെയിൻ അതിൻ്റെ ലെഫ്റ്റിൽ വരണം. ലെഫ്റ്റിലായതുകൊണ്ട് 7 ഉണ്ട്. അപ്പം 7 ലെഫ്റ്റിൽ എഴുതി. ഇനി റൈറ്റിലോട്ട് പോകുന്നു. റൈറ്റിൽ ആരും തന്നെ ഇല്ല. സോ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇനി നമ്മൾ റൂട്ട് എഴുതുക. ആരാണ് റൂട്ട്? 8. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൈറ്റ് പോർഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെ എഴുതാം? റൂട്ട് എഴുതാം. റൂട്ട് എന്ന് പറയുന്ന ആരാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രീയുടെ തന്നെ റൂട്ട് എഴുതാം. ആരാണ്? 5. അപ്പോൾ നമ്മുടെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്: 2, 1, 4, 3, 7, 8, 6, 5. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മുടെ ട്രാവേഴ്സലിൻ്റെ സീക്വൻസ് എന്താണോ ആ സീക്വൻസിനനുസരിച്ചിട്ട് നിങ്ങൾ എളുപ്പം ഒരു ട്രീ വരച്ചിട്ട് വേണം ഇത് ട്രാവേഴ്സ് ചെയ്ത് നോക്കാനുള്ളത്. ഓക്കെ, അടുത്തതൊരു ഡേറ്റ സ്ട്രക്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ലെറ്റ് P be a singly linked list. Let Q be the pointer to an intermediate node X in the list. What is the worst case time complexity of the best known algorithm to delete the node X from the list? Options: order of n, order of log square n, order of log n, order of 1. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. എന്നിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് നോഡാണ് എക്സ് എന്ന് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ആ എക്സിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു നോഡിനെ കണ്ടുപിടിക്കണമെങ്കിലും അതിൻ്റെ പ്രസീഡിങ് നോഡ് വരെയെങ്കിലും നമുക്ക് പോണ്ടേ ആണല്ലോ. അതുകൊണ്ട് എന്തായിരിക്കും ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? ഓർഡർ ഓഫ് n ആയിരിക്കും. എന്താന്ന് പറഞ്ഞാൽ ഇത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്ന് വെച്ചോളൂ. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിലാണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആയിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് ഫസ്റ്റിലോട്ടും പോയിൻ്റർ ഉണ്ട്, പ്രീവിയസിലോട്ടും പോയിൻ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രസീഡിങ് നോഡ് വരെയെങ്കിലും പോകണം. ഇപ്പോൾ എക്സ് ഒരു ലാസ്റ്റ് നോഡാണെങ്കിൽ അതിൻ്റെ പ്രസീഡിങ് നോഡ് വരെ പോകണം. സെക്കൻഡ് ലാസ്റ്റ് നോഡാണെങ്കിലും പ്രസീഡിങ് നോഡ് വരെ പോകണം. അതുകൊണ്ടാണ് ഇവിടുത്തെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റും ആണ്. അതിൻ്റെ സക്സസറും പ്രെഡിസസറും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടൈം കോംപ്ലക്സിറ്റി മാറും. ഓക്കെ, ഇവരിവിടെ പറയുന്നില്ല. ഇവരിവിടെ പറയുന്നത് എക്സ് ഒരു ഇൻ്റർമീഡിയറ്റ് നോഡാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി ഏതെന്നാണ്. സോ ദ ആൻസർ ഈസ് ഓർഡർ ഓഫ് n.
സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ആൻ എസൈക്ലിക് അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് n വെർട്ടീസസ്. ഓപ്ഷൻ എ n-1, n+1, n 2n-1. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. ഇത് നമുക്ക് ഗ്രാഫ് എന്നൊക്കെ കാണുമ്പോൾ പൊതുവേ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവാണ്. പക്ഷെ സംഭവം ഈസിയാണ്. എസൈക്ലിക് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നുണ്ട്. സൈക്കിളൊന്നും ഇല്ല. സൈക്കിൾ ഇല്ലാത്ത അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആരാണത്? സ്പാനിങ് ട്രീ ആണ്. സ്പാനിങ് ട്രീയുടെ പ്രത്യേകത എന്താണ്? n നോഡുകൾ ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ആയിരിക്കും ഉള്ളത്, അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മുടെ സ്പാനിങ് ട്രീയുടെ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. സോ ഡൗട്ട് ഉള്ളവർ ആ പോർഷനിൽ നോക്കിയാൽ മതി. n വെർട്ടെക്സുകൾ ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് അവിടെ കാണും, അല്ലേ? അപ്പോൾ ഇവിടെയും അതാണ്. എസൈക്ലിക് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്പാനിങ് ട്രീ ആണ്. സ്പാനിങ് ട്രീയിൽ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? n-1 ആണ്. സോ ആൻസർ ഓപ്ഷൻ എ n-1. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.